ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 1 പുതിയ ഒരു വർഷം ആരംഭിക്കുകയാണ്. ഇന്ന് നാം വായിച്ച് കേൾക്കുന്ന ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നാം ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവമാതൃത്വ തിരുനാൾ വെറും ഒരു തിരുനാളല്ല, മറിച്ച് മറിയത്തിൻ്റെ മഹത്വം വെളിവാക്കപ്പെടുന്ന സുന്ദരമായ ഒരു തിരുനാളാണ്. വിശുദ്ധ വചനത്തിൽ പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ എലിസബത്ത് മറിയവുമായി കണ്ടുമുട്ടുമ്പോൾ അവളെ അഭിസംബോധന ചെയ്യുക കർത്താവിൻ്റെ അമ്മ എന്നാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. AD 431 എഫേസുസിൽ നടന്ന കൗൺസിലാണ് ചരിത്രപരമായ ഈ പ്രഖ്യാപനം നടന്നത്. 3 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഈ കൗൺസിലിൽ നടത്തിയത്. 1, ക്രിസ്തു യഥാർത്ഥ മനുഷ്യനാണ്. 2, ക്രിസ്തു യഥാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് 3-ാമത്തെ പ്രഖ്യാപനം, മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടണം. ആത്മീയമായൊരു കൗതുകം ഈ പ്രഖ്യാപനത്തിലുണ്ട്. ചരിത്രം പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ എഫേസൂസിലാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ മറിയവുമായി അവസാന കാലഘട്ടത്തിൽ ചിലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറിയത്തോട് പ്രത്യേകമായൊരു ഭക്തി എഫേസൂസിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഖ്യാപനത്തിന് പിൻപറ്റിക്കൊണ്ടാണ് നാം ഇന്ന് ഏറ്റുചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ 2-ാമത്തെ ഭാഗം ആരംഭിക്കുക. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദിവ്യകുമാരനോട് അപേക്ഷിക്കണമേ എന്ന് ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാതാവായി പരിശുദ്ധ മറിയത്തെ പ്രഖ്യാപിക്കണം എന്നുള്ള സന്തോഷകരമായ വാർത്ത കേട്ടപ്പോൾ എഫേസൂസിലെ വിശ്വാസി സമൂഹം ഏറ്റുപാടിയത്, ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. സഭയുടെ ഈ ചരിത്ര പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം അനുദിനം നമ്മുടെ ജീവിതത്തിലും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉരുവിടുമ്പോൾ നാമും പ്രഖ്യാപിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ നമുക്ക് ഇന്ന് ഈ പുതുവത്സരത്തിൽ പ്രത്യാശയോടുകൂടെ ഒരു വർഷത്തെ സ്വീകരിക്കാം. മറിയത്തിൻ്റെ പ്രത്യേകത വചനത്തിൽ ഇന്ന് നാം വായിച്ച് കേൾക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആഴത്തിൽ ഗാഢമായി ഹൃദയത്തിൽ ചിന്തിച്ച് അതിൽ നിന്ന് നന്മയും സന്ദേശവും സ്വീകരിച്ചവളാണ് അമ്മ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ എടുക്കേണ്ട മനോഹരമായ ഒരു മാതൃകയാണ് ഇത്. പ്രിയപ്പെട്ടവർ, പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും ഉത്കണ്ഠയും നമ്മളെ ഭരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സുന്ദരമായ ഒരു പുതുവത്സര പ്രാർത്ഥന കേൾക്കാൻ ഇടവന്നു. അതിപ്രകാരമാണ്: സർപ്രൈസ് മീ എ ഗോഡ് വിത്ത് യുവർ മിറക്കിൾസ്, ലെറ്റ് മീ ബി എ സർപ്രൈസ് ടു അതേഴ്സ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതങ്ങൾ കൊണ്ട് എന്നെ ആശ്ചര്യപ്പെടുത്തണമേ, എന്നെ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാക്കി അങ്ങ് തീർക്കണമേ എന്ന്. അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്. കണ്ണു തുറന്ന് കാണാൻ സാധിക്കണം എന്ന് മാത്രമേയുള്ളൂ. അത്ഭുതം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നല്ല മാതൃകകൾ കൊണ്ട്, നമ്മുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്കും ഒരു അത്ഭുതവും ആശ്ചര്യമായി തീരാൻ ഇടയാകട്ടെ. നന്മ നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. മറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മളോടൊത്തുണ്ടാകട്ടെ. ആമേൻ.